ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ നാടൻ പലഹാരമായ അരിയുണ്ടയാണ് കേട്ടോ. ഇതൊന്ന് ഹെൽത്തി ആക്കാൻ വേണ്ടി ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് ഇനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു കപ്പ് അരി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന അരി തന്നെയാണ് കേട്ടോ. നമുക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ മട്ട റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതൊന്ന് ഊറ്റി വെക്കുകയാണ്. നന്നായിട്ട് വെള്ളം വാർന്നു പോയിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ വെള്ളമെല്ലാം ഊർന്നു കഴിഞ്ഞിട്ട് നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടി നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുക്കാം. ആദ്യം ഫ്ലെയിം നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അരിയുടെ കളർ ഒന്ന് ചേഞ്ച് ആകുമ്പോഴത്തേക്കും ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ പയർ ചേർക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് പയറാണ് ചേർക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ചെറുപയറാണ് എടുത്തേക്കുന്നത്. വൻപയർ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ച് ഹെൽത്തി ആയിരിക്കുമല്ലോ, സ്നാക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെറുപയറും കൂടെ ചേർത്തത്. ഇനി ഈ അരിയും പയറും കൂടെ നല്ല ഡാർക്ക് ബ്രൗൺ ആകും വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കണമെങ്കിൽ കൂട്ടി വെക്കാം. അപ്പോൾ കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ അരിയും പയറൊക്കെ നല്ല ബ്രൗൺ ഷെയ്ഡിൽ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ 1/2 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. ചെറിയ തേങ്ങ 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. അതും ചേർത്തതിന് ശേഷം ഒരു 1/2 കപ്പ് ചീകിയെടുത്ത കരിപ്പട്ടിയാണ് ചേർക്കുന്നത്. ഞാൻ ശർക്കരയല്ല ചേർക്കുന്നത്, കരിപ്പട്ടിയാണ്. കരിപ്പട്ടി ശർക്കരയെക്കാളും കുറച്ചുകൂടെ ഹെൽത്തി ആട്ടോ. പിന്നെ ഇതിലേക്ക് അല്പം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം ആ സമയത്ത് ആ തേങ്ങയ്ക്കകത്തുള്ള വെള്ളമായ എല്ലാം ഒന്ന് വറ്റും കേട്ടോ, ഒന്ന് വലിഞ്ഞു കിട്ടും. അപ്പം ഈ അരിയുണ്ട നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ചീത്തയാവാതെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടെല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്കൊന്ന് ചൂടാറാൻ വെക്കാം. നന്നായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ചൂട് നന്നായിട്ട് ആറിയിട്ടുണ്ട്. നമുക്ക് പൊടിക്കുന്ന ജാറിലിട്ട് നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ആ ശർക്കരയല്ല കരിപ്പെട്ടിയുടെ കളർ നന്നായിട്ട് ആ തേങ്ങയ്ക്കകത്തോട്ടും അതേപോലെ അരിക്കും പയറിലും എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ബ്രൗൺ ഷെയ്ഡിലോട്ട് എല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കുറച്ചേ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഒന്നിച്ച് ഇടരുത് കേട്ടോ. ഒന്നിച്ചിടുമ്പം തരിതരിയായിട്ടേ കിടക്കത്തുള്ളൂ, നന്നായിട്ട് പൊടിഞ്ഞിട്ടത്തില്ല. കുറച്ചേ ഇട്ടിട്ട് നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 തവണ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്താണ്. അത് നന്നായിട്ട് പൊടിഞ്ഞ് വരുത്തുള്ളൂ. എന്നിട്ട് ഞാനിത് ചെറിയ ഉരുളകളാക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഉരുളയാക്കി എടുക്കാം. ചിലർ അവലോസ് പൊടിയായിട്ട് ടിന്നിൽ ഇത് സൂക്ഷിക്കാറുണ്ട്. എന്നിട്ട് സ്പൂണിട്ട് കോരി കഴിക്കുകയാണ് പതിവ്. അപ്പോൾ അത് അവരവരുടെ ഇഷ്ടം പോലെ. അപ്പം ഞാനിവിടെ ഉരുള പിടിച്ചാണ് വെക്കുന്നത്. ഒരു 4-5 ദിവസം വരെയൊക്കെ ഇത് കേടുകൂടാതെ വെളിയിരുന്നുള്ളൂ കേട്ടോ. അപ്പം ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു വരുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.